വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പരിപാടി ഇസ്ലാമിലെ കുറേ പേര് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് നമ്മളുടെ ഉത്തർപ്രദേശിലെ സംഭൽ എന്ന സ്ഥലത്തെ പള്ളിയെ ചൊല്ലിയുള്ള തർക്കം. ആ പള്ളിയല്ലെന്നും അതിൽ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ പുറത്ത് നിർമ്മിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് സർവേ ചെയ്യാനായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത കലാപം ഉണ്ടാക്കി 2 കൂട്ടം മുസ്ലിങ്ങൾ തമ്മിലടിച്ചിട്ട് അന്യോന്യം വെടിവെച്ച് 5 പേര് മരിച്ച് ആകെ പ്രശ്നമായി. സുപ്രീം കോടതി സർവേ അങ്ങ് സ്റ്റേ ചെയ്തു. സർവേ സ്റ്റേ ചെയ്ത് ഇപ്പോൾ റംസാൻ വരികയാണല്ലോ. റംസാൻ മാസമായതുകൊണ്ട് പള്ളികൾ പുതിയ പെയിൻ്റ് അടിക്കണം, ചില്ലറ മെയിൻ്റനൻസ് ഒക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആശാന്മാർ അലഹാബാദ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഇത് പള്ളിയാണോ, ഇതിപ്പോൾ കൃത്യം രേഖകളോ സംഗതിയോ ഒന്നുമില്ലല്ലോ. ഇവർ രേഖയൊക്കെ ഹാജരാക്കിയ രേഖ എന്താണെന്നറിയാമോ? 1927 ഇവരും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ബ്രിട്ടീഷ് സർക്കാർ ഇവരോട് പറയുന്നു, ഈ പറഞ്ഞ അലീജ്ഡ് മസ്ജിദാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ മാത്രമുള്ള അവകാശം നിങ്ങൾക്ക് തരുന്നു. ഇതാണ് കരാർ. അപ്പോൾ കോടതി പറഞ്ഞു, നിസ്കരിക്കാൻ മാത്രമല്ലേ അവകാശമുള്ളൂ, ഇതിൻ്റെ മെയിൻ്റനൻസും സംഗതിയൊക്കെ ചെയ്യേണ്ടത് ആരാ? അത് കരാറനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാണ് കെട്ടിടം നിങ്ങളുടെ അല്ല. നിങ്ങളത് മെയിൻ്റനൻസ് നടത്തുന്നു, പെയിൻ്റ് അടിക്കുന്നു, വേറെ മുറിയെടുക്കുന്നു, പലവിധ എക്സ്റ്റൻഷൻസ് നടത്തുന്നത്. എന്താടോ ഇത്? ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ കൃത്യം സത്യാവസ്ഥ അറിയട്ടെ. ആർക്കിയോളജിക്കൽ സർവേയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഈ സംഭൽ മസ്ജിദ് കംപ്ലീറ്റ് ഒന്ന് പരിശോധിക്കുക. ഇതാണല്ലോ സർവേ, ഇതാണ് നേരത്തെ ചെയ്തത്. എന്ത് വാങ്ങിക്കോട്ടെ, ഇതൊന്ന് പരിശോധിച്ചിട്ട് ഇതിൻ്റെ പുരാതന സ്വരൂപം എന്താണ്, ഇത് കൂടാതെ എക്സ്റ്റൻഷൻസ് എന്തെല്ലാം വരുത്തിയിട്ടുണ്ട്, പുതിയത് കണ്ടാലറിയാമല്ലോ. 50 or 100 കൊല്ലം പഴക്കമൊക്കെ ഉള്ളത് കണ്ടാലറിയാം. പണ്ട് പുരാതനമായിട്ട് 1500 1600 പണിഞ്ഞത് വേറെ അറിയാം. അപ്പോൾ അതൊക്കെ നോക്കി റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കെണിയിലായി. മെയിൻ്റനൻസും നടന്നില്ല, പെയിൻ്റ് അടിയും നടന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഒരാൾ കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിയിൽ അനുമതി വേണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു. അയാളുടെ ആവശ്യം, അവിടെ മെഹ്റോളിയിൽ ആർക്കിയോളജിക്കൽ സർവേ പാർക്കുണ്ട്, ഡൽഹിയിലെ മെഹ്റോളിയിൽ. അവിടെ ഇതുപോലെ ആരുടെയൊക്കെ ശവകുടീരം, അത് മജാർ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയുണ്ട്. ശവകുടീരത്തിൽ പ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്, പാടും എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. എന്തു വാങ്ങിക്കോട്ടെ, റംസാൻ മാസം വരുന്നു, അവിടെയെല്ലാം വെടിപ്പാക്കണം, അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നടത്തണം, പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഹർജി വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ വിളിച്ചു. നിങ്ങളുടെ അല്ലേ ഈ മ്യൂസിയം? അതെ സാർ. പിന്നെ ഇയാളെന്താ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? അല്ല സാർ, അവർ ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല, അവരവിടെ പെയിൻ്റ് അടിക്കുന്നു, വേറെ കെട്ടിടത്തിൽ രൂപമാറ്റം വരുത്തുന്നു, അഡീഷണൽ മുറിയെടുക്കുന്നു, അവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നു സാർ. പിന്നെ താൻ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? എല്ലാവരെയും പുറത്താക്കിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ സ്ട്രക്ചർ എന്തായിരുന്നോ അത് വീണ്ടെടുക്ക്. അഡീഷണലായിട്ട് ഇവരെന്തൊക്കെ പണിഞ്ഞിരുന്നോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഞങ്ങളെല്ലാ വർഷവും ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കോടതി പറഞ്ഞു, അത് ശരി, ഇത്തവണയല്ല, എല്ലാ വർഷവും ഇത് ചെയ്തുകൊണ്ടിരുന്നതാണല്ലേ. നിങ്ങൾ കൂടുതൽ വാദിച്ചാൽ നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും കേട്ടോ, എല്ലാത്തിനെയും കൂടെ പൊക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസാണ് പറയുന്നത്, സഞ്ജീവ് ഖന്ന. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്ക്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ കസ്റ്റഡി എടുത്തിട്ട് അതിനകത്ത് എന്തെല്ലാം പുതിയ എക്സ്റ്റൻഷൻ വന്നു എന്ന് ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട്, സകല സൈറ്റിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ പറഞ്ഞു, സാർ ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു റിപ്പോർട്ടുണ്ട്, ചെറുതൊന്നും പറ്റില്ല, കോംപ്രഹെൻസീവ് റിപ്പോർട്ട് വേണം. ചെറുതാണ്, പിന്നെ അതിൽ ഇത് വിട്ടുപോയി അത് വിട്ടുപോയി എന്ന് പറഞ്ഞ് സ്ഥിരം ഈ കേസിട്ട് കളിക്കാൻ പറ്റില്ല. വൺസ് ഫോർ ഓൾ നിങ്ങൾ റിപ്പോർട്ട് കൊണ്ടുപോവുക. ഈ പറഞ്ഞ കക്ഷികൾ, ഇവരോ മറ്റുള്ളവരോ, ഇതൊക്കെ അവരുടെയാണ് എന്നുള്ള മട്ടിൽ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക, അതിന് മേൽക്കൂര കെട്ടുക,
ആ മേൽക്കൂരയുടെ പുറത്തൊരു ഡോം പണിയുക, ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇത് മുസ്ലിം പള്ളിയാക്കി മാറ്റിയെടുക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി, ഞാനും കണ്ടിട്ടുണ്ട് അവരൊരു മകുടമുണ്ടെന്ന്. ഈ മകുടം ഉണ്ടായത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. വഴിയെ പോകുന്നവർ ഇത് നോക്കുന്നൊന്നുമില്ല. ദിവസവും ഇതെന്താ പണിയുന്നു, ആര് പണിയുന്നു, ആരുടെ ഉടമസ്ഥത, ആര് നോക്കുന്നു? നമ്മൾ നോക്കുമ്പോൾ മെല്ലെ അവിടെ ഒരു മകുടം വന്നിട്ടുണ്ട്, ശരി അവരുടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ ഓരോന്നോരോന്നായിട്ട്, അത് കണ്ണായ സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ. സമ്പൽ നിങ്ങൾക്കറിയാമല്ലോ, സമ്പൽ ആ ഭാഗം മുഴുവൻ പൊളിച്ചു കഴിഞ്ഞപ്പോൾ 28 കിണറുകൾ, ഒരു ഹനുമാൻ ക്ഷേത്രം, പിന്നെ ഗണപതിയുടെ ക്ഷേത്രങ്ങളിലെ ഒരു കശ, ക്ഷേത്ര നഗരിയായിരുന്നു പണ്ട് സമ്പൽ എന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവും മണ്ണ് മൂടി അവിടെ തന്നെ കിടപ്പുണ്ട്. മണ്ണും സ്ലാബും ഒക്കെ മൂടിയിട്ടിരിക്കുക. അധികം ആഴത്തിലൊന്നും കുഴിക്കേണ്ടി വന്നില്ല. ഇതൊക്കെ യോഗി ആദിത്യനാഥ് ചെയ്തു. ബുൾഡോസറിന് സ്റ്റേ മേടിച്ചു. ഇനി അങ്ങേരുടെ ബുൾഡോസർ ചലിക്കില്ല. എവിടെ? മധ്യപ്രദേശിൽ ബുൾഡോസർ ചലിക്കുന്നു, ഉത്തർപ്രദേശിലും ബുൾഡോസർ ചലിക്കുന്നു. കാരണം ബുൾഡോസർ ചലിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അനധികൃത നിർമ്മാണങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ബുൾഡോസർ ചലിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷവും കുശിനഗറിലെ 4 നിലയുള്ള ഒരു മസ്ജിദ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് യോഗി ആദിത്യനാഥ് കൊണ്ടുപോയി ബുൾഡോസർ വെച്ചിടിച്ച് തകർത്തു. കാരണം അത് അനധികൃതമാണ്. മുസ്ലിങ്ങൾക്ക് ഈ സമ്പൽ യുദ്ധത്തിന് ശേഷം എന്ത് കിട്ടി? 5 പേര് മരിച്ചു, 100 പേര് ജയിലിലാണ്, 100 പേര് നാട് വിട്ടു, 1000 പേരുടെ പേരിൽ കേസുണ്ട്, അത് ഏത് നിമിഷവും പിടിക്കപ്പെടാം. ഇതൊക്കെയാണ് ബാക്കി പത്രം മുസ്ലിങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്നൊന്നും വിളിക്കാൻ ആളില്ല. സുപ്രീം കോടതി മര്യാദയ്ക്ക് പെരുമാറാൻ പറഞ്ഞു, അലഹാബാദ് ഹൈക്കോടതി മര്യാദയ്ക്ക് പെരുമാറാൻ പറഞ്ഞു. ഇതുപോലെ കോടതികളോ പോലീസിലോ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ മന്ദിർ മസ്ജിദ് കളി അവസാനിക്കും. ഒരു കാര്യം മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കുക, വിദേശ ആക്രമണകാരികളായിരുന്ന മുഗളന്മാരും മറ്റും ക്ഷേത്രങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താനും ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സമ്മതിക്കുക. ഇവരാരും നിങ്ങളുടെ പൂർവികരായിരുന്നില്ല, അവർ വിദേശികളായിരുന്നു, നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരായിരുന്നു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ആരുമല്ല. ഈ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചാൽ തന്നെ ഈ ടെൻഷൻ അങ്ങൊഴിയും. പ്രസിദ്ധ ആർക്കിയോളജിക്കൽ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന കെ മുഹമ്മദ് സാർ ആവർത്തിച്ചത് പറയാറുണ്ട്. മുസ്ലിങ്ങളോട് അദ്ദേഹം കൈകൂപ്പി അഭ്യർത്ഥിക്കാറുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ധാരാളം ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഇസ്ലാം മത രാജാക്കന്മാർ നശിപ്പിച്ചിട്ടുണ്ട്. അതുണ്ടെന്ന് സമ്മതിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പൂർവികർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക. വാസ്തവത്തിൽ ഇവർ നിങ്ങളുടെ പൂർവികർ പോലുമല്ല. നിങ്ങളൊരു കാലത്ത് ഇവിടുത്തെ ഹിന്ദുക്കളായിരുന്നു, അവർ വന്നിട്ട് നിങ്ങളെ മതം മാറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ അച്ഛനല്ലാതാവുന്നില്ല, അപ്പൂപ്പനല്ലാതാവുന്നില്ല, ഇല്ലേ? അപ്പോൾ എന്തിന് നിങ്ങളിതിൽ വാശി പിടിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മസ്ജിദ് വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സ്ഥലവും തരുന്നുണ്ട്. അയോധ്യയിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സുപ്രീം കോടതി 5 ഏക്കർ വസ്തു തന്നത് അയോധ്യയിൽ തന്നെ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സിവിൽ കേസിൽ, ടൈറ്റിൽ ഡിസ്പ്യൂട്ടായിരുന്നല്ലോ അത്, സിവിൽ കേസിൽ ഒരാൾ തോറ്റാൽ ആ ഭൂമി ജയിച്ച ആളിന് വിട്ടുകൊടുക്കുകയാണ് പതിവ്, അല്ലാതെ തോറ്റ ആളിന് വേറെ ഭൂമി കൊടുക്കാൻ പറയാറുണ്ടോ? ഇല്ല. അതും സുപ്രീം കോടതി മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തു പോട്ടെ, അവരുടെ അല്ല ആ സ്ഥലം, പക്ഷേ അവരുടെ ആണെന്ന് ഇത്രയും കാലം അവർ വിശ്വസിച്ചു, വൈകാരികമായിട്ടൊക്കെ ഒരുപാട് ബഹളം വെച്ചു, പാവം. അതുകൊണ്ട് 5 ഏക്കർ അവർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു. അത് കൊടുക്കുകയും ചെയ്തു അയോധ്യയിൽ. ഇങ്ങനെ വേറെ സ്ഥലം വാങ്ങിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്ന് വെച്ചാൽ നിങ്ങളെങ്ങും പോകണ്ട, അവിടെ മസ്ജിദ് വയ്ക്കാനായിട്ട് ഹിന്ദുക്കൾ തന്നെ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ സമാധാനപരമായിട്ട് ഇത് തീർക്കുന്നതിന് പകരം ഓരോ ദിവസവും ഇടങ്കോലുമായിട്ട് ഓരോ കോടതിയിൽ കയറി ചെല്ലുന്നത് നിങ്ങളുടെ തന്നെ വിശ്വാസ്യത തകർക്കും, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. നിങ്ങളുടെ ഈ കായബലം കൊണ്ടുള്ള പ്രദർശനമുണ്ടല്ലോ, തെരുവുകൾ സ്തംഭിപ്പിക്കുന്ന പ്രകടനം, ഇതിനൊന്നും ദീർഘായുസില്ല എന്ന് മനസ്സിലാക്കുക. തണ്ടലിലുള്ള ഒരു മുഖ്യമന്ത്രി, ഒരു പ്രധാനമന്ത്രി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ
തീർന്നു പോകുന്ന കേസേ ഉള്ളൂ ഈ മസിൽ പിടപ്പിക്കലെല്ലാം. അതുകൊണ്ട് ആ വഴി ദയവ് ചെയ്ത് എൻ്റെ മുസ്ലിം സഹോദരന്മാർ ഉപേക്ഷിക്കണം. ശരിയായ വഴി തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കാനുള്ള ചൂണ്ടുപലകളാണ് ആവർത്തിച്ച് UP സർക്കാരിൽ നിന്നും അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം വിവേകബുദ്ധിയിലേക്ക് തിരിച്ചു വരിക, വികാരത്തെ ഉപേക്ഷിക്കുക. താങ്ക് യു.